വാതോർന്ന മണ്ടത്തരങ്ങൾ പറയുന്ന ഒരു കൂട്ടുകാരുണ്ടായിരുന്നു എനിക്ക്. അവൻ പക്ഷെ ഒരു ക്രൂഷ്യൽ ടൈമിൽ അവനൊരു ഒരു സ്റ്റോറി എന്നിട്ട് പറഞ്ഞു. ആ ഒരു സ്റ്റോറി എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയത് എൻ്റെ പേഴ്സണൽ ലൈഫിലും. ഞാൻ ഇപ്പോഴും അത് പിന്തുടരുന്ന ഒരു കാര്യമാണ് ആ ഒരു സ്റ്റോറി. ഈ സ്റ്റോറി ഞാൻ പലരും പറഞ്ഞ് പല രീതിയിൽ കേട്ടിട്ടുണ്ടാവും. അതുണ്ടായ സാഹചര്യം ഇതാണ്. ഞാന് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു കളമശ്ശേരിയിൽ. അപ്പൊ ഞാൻ കൊച്ചിയിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മ വെറുതെ കൂട്ടുകാരന്മാരെയൊക്കെ വിളിക്കുമല്ലോ. അപ്പോ അങ്ങനെ ആ ഒരു രീതിയിൽ ഞാൻ എൻ്റെ ആ ഫ്രണ്ടിനെ വിളിച്ച് "എടാ, നമുക്കൊന്ന് കളമശ്ശേരി പോകാന്ന് പറഞ്ഞു." അപ്പൊ പിന്നെ ആ ഒരു മൂഡില് ഞാനും വരാതെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ കളമശ്ശേരി പോയി. അപ്പൊ അവനിക്ക് ഒരു ഒരു 2 മണിക്ക് ഇറങ്ങിയത്. അപ്പൊ ഒരു 5 മണിക്ക് അവനിക്കൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഒരു നല്ലൊരു കമ്പനിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോ അവൻ ആ ഇന്റർവ്യൂടെ കാര്യം പറഞ്ഞപ്പോ നമ്മിങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് തരാന്നുള്ള പറയണ രീതിയിൽ ഞാൻ പറഞ്ഞു അത് സീനില്ല, വൈഫൈയും ലാപ്പും അല്ലേ, അത് നമുക്ക് സെറ്റ് ചെയ്യാന്നുള്ള ഒരു രീതിയിൽ ഞാൻ ജസ്റ്റ് ഒരു ഓളത്തിന്റെ പുറത്ത് അങ്ങനെ പറഞ്ഞു പോയതാണ്. അപ്പൊ അവൻ പക്ഷേ വിചാരിച്ച് എല്ലാം സെറ്റ് ആവുന്നു. ഞാൻ എൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് കറക്റ്റ് ടൈമിൽ തീർന്ന് ആ, പരിപാടി തീർത്തിട്ട് അവനെ ഫ്രീ ആക്കാം എന്നുള്ള ഒരു മൂഡിലായിരുന്നു ഞാൻ അങ്ങനെ ചിന്തിച്ചത്. പക്ഷേ അവിടെ നമ്മ മീറ്റിങ്ങിനെത്താൻ ബ്ലോക്കും കാരണങ്ങൾ കാരണം മീറ്റിങ്ങിനെത്താൻ വൈകി. പിന്നെ അവിടുത്തെ മീറ്റിങ്ങിന് വരേണ്ട ആള് ലേറ്റ് ആയി. അങ്ങനെ എല്ലാം കൂടി കഴിഞ്ഞപ്പോഴേക്കും 5 മണി 6 മണിയായി. അപ്പോ അപ്പൊ അവൻ ഇറങ്ങുന്ന ടൈം ആയപ്പോ അവൻ പറഞ്ഞു ഇന്റർവ്യൂക്ക് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നെറ്റ്വർക്കും പരിപാടി ഇല്ലാത്ത കാരണം ആ ഇന്റർവ്യൂ മിസ്സായെന്ന് പറഞ്ഞു. അങ്ങനെ മിസ്സായെന്ന് പറഞ്ഞപ്പോഴേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് റിഗ്രറ്റ് അടിച്ച്. ഞാൻ കാരണം ആ ഇന്റർവ്യൂ മിസ്സായല്ലോ എന്നുള്ള ഒരു തോട്ട് എനിക്ക് വന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് തിരിച്ചു പോണ വഴിക്ക് എനിക്കൊരു ഗിൽറ്റി ഉണ്ടായിരുന്നു. തിരിച്ചു പോണ വഴിക്ക് പക്ഷെ അവൻ കാമായിട്ട് തന്നെ ഡീൽ ചെയ്തു. അവൻ എന്നിട്ട് തിരിച്ചു പോണ വഴിക്ക് അവൻ എന്നിട്ടൊരു കഥ പറഞ്ഞു. എന്നുവെച്ചാല് അന്റാർട്ടിക്ക പോലത്തെ ഒരു സ്ഥലത്തേക്ക് ഒരു തരികിലായിട്ടുള്ള ഒരാള് ടൂറിന് വേണ്ടി വന്ന കഥ പറയും. അപ്പൊ അയാൾ ആ ടൂറിന് വന്നപ്പോ അയാള് റിസോർട്ടിലേക്ക് പോണ വഴിക്ക് അവിടെ ഒരാൾ എന്നിട്ട് റോഡിലെ ഐസൊക്കെ നീക്കം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതെങ്ങനായിട്ടുള്ള ആള് വളരെ നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ മറ്റേ പുള്ളിയാണെങ്കിൽ ഒരു ചെറിയൊരു കോട്ടൺ പോലത്തെ ബനിയനും ഇട്ടിട്ടാണ് കഠിനമായിട്ടുള്ള തണുപ്പത്ത് നിന്ന് ജോലിയാണ്. അപ്പൊ ഇത് കണ്ടിട്ട് അതൊരിക്കനായിട്ടുള്ള ആൾക്കൊരു സഹതാപം തോന്നിയിട്ട് അയാള് പറഞ്ഞു ഇപ്പൊ എൻ്റെ കയ്യിൽ ഈ ഒരു വസ്ത്രം മാത്രമേ ഉള്ളൂ. ഞാൻ നാട്ടിലെത്തിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സെറ്റ് ഷീഷർട്ട് അയച്ചുതരാന്ന് പറഞ്ഞു. അപ്പൊ ആ വൃദ്ധനായിട്ടുള്ള ആൾക്ക് ഭയങ്കര സന്തോഷം തോന്നി. ആഹ് കാരണം അയാള് മനസ്സിലാക്കിയിട്ട് ആ ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞാണല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ധനികനായിട്ടുള്ള ആള് തിരിച്ച് നാട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പയ്യെ മറന്നുപോയി. അദ്ദേഹത്തിന്റെ തിരക്കിലേക്ക് പോയി. അങ്ങനെ ഈ വൃദ്ധന്റെ കാര്യം അയാൾ മറന്നുപോയി. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം എന്തോ മഞ്ഞിന്റെ എന്തോ കാണാനിടയായി. മഞ്ഞ് വീഴ്ചനെ പറ്റി എന്തോ അറിയാത്ത ടൈമിലാണ് ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യം ഓർത്തത്. ഇന്നൊരാള് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അയാൾക്ക് ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റിയില്ലല്ലോ. അങ്ങനെ അദ്ദേഹം തിരിച്ച് ആ അപ്പൂപ്പനെ വിളിക്കണാണ്. വിളിച്ച് അവിടെ എത്തിയപ്പോഴാണ് അദ്ദേഹം ആ ഒരു കമ്പിളി സ്വെറ്റ് ഷീഷർട്ടൊക്കെ ആയിട്ട് എത്തിയ സമയത്താണ് അറിയണത് ആ അപ്പൂപ്പൻ മരിച്ചുപോയി എന്നുള്ള കാര്യം. അപ്പോ കാരണം അന്വേഷിച്ചപ്പോ ഇദ്ദേഹം സ്വെറ്റ് ടീഷർട്ടായിട്ട് വരാൻ വേണ്ടി കാത്തിരുന്നു. അദ്ദേഹം ഒരുപാട് നാള് കാത്തിരുന്നു. അവസാനം മഞ്ഞത്ത് അദ്ദേഹത്തിന് സ്വയമേ ഒരു ഇതുണ്ടായിരുന്നു, മഞ്ഞത്ത് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പൊ ഇങ്ങനെ ഒരാൾ കാത്തിരുന്ന് അദ്ദേഹത്തിന്റെ സർവൈവ് ചെയ്യാനുള്ള ഒരു എന്താ പറയണ ആ ഒരു കഴിവ് നഷ്ടപ്പെട്ട് അദ്ദേഹം തണുപ്പത്ത് മരവിച്ച് ആണ് മരണപ്പെട്ടെന്നുള്ള രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ ന്യൂസ് എത്തുകയാണ്. അപ്പൊ അത് കേട്ടപ്പോ അദ്ദേഹത്തിന് ഭയങ്കര വിഷമമായി. അപ്പൊ ഞാൻ ഇതിങ്ങനെ ആലോചിച്ച് ഇതില് ആഹ് ഒരു ചെറിയൊരു കഥയാണെങ്കിലും അതിൽ നമുക്ക് ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു കഥയായിട്ട് എനിക്ക് അത് ഫീൽ ചെയ്ത്. പേഴ്സണലി ഞാനിപ്പോ അങ്ങനെ കാര്യങ്ങളൊക്കെ വരാതെ ഞാൻ മാക്സിമം ആൾക്കാർക്ക് എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളിൽ ഇപ്പൊ അധികം ഹോപ്പ് കൊടുക്കാറില്ല. അതുപോലെ തന്നെ ഇപ്പൊ സപ്പോസ് ഇപ്പൊ ഇങ്ങനെ ചില സമയത്ത് ആളെ റെഡിയാക്കണം വരാളെന്നൊക്കെ പറഞ്ഞ് ചെറിയ പോസ്റ്റ് ഒക്കെ കിട്ടും. അപ്പൊ ഞാനിത് ഫ്രണ്ട്സിന്റെ ഷെയർ ചെയ്തിട്ട് ഇടയ്ക്ക് ഇപ്പൊ ഞാൻ എന്തെങ്കിലും പോസ്റ്റ് വരുമ്പോ എന്റെ ഫ്രണ്ട്സ് പറയും നീ എന്നെ എന്റെ അപ്പിക്കല അപ്പൂപ്പനാക്കിയല്ലേ എന്നൊക്കെ പറയും. അപ്പോ ഇതില് സാരാംശം ഇതാണ്, നമ്മ അധികം ആളുകൾക്ക് നമ്മുടെ കയ്യിൽ നിൽക്കാത്ത കാര്യങ്ങൾക്ക് ഹോപ്പ് കൊടുക്കാണ്ടിരിക്കുക എന്നുള്ള കാര്യമാണ്. തിരിച്ചും അതേപോലെ നമുക്ക് അങ്ങനെയൊക്കെ കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ
ഞാൻ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ എന്നാലും ചില സമയത്തൊക്കെ നമ്മൾ മനുഷ്യന്മാരാണല്ലോ. ഇടയ്ക്ക് അവരെ കംഫോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാൻ പറയാം, റെഡിയാക്കാം എന്നൊക്കെ നമ്മ പറയും. ചില കാര്യങ്ങളിൽ വിട്ടുപോകും, ചിലത് വിഷയം ഉണ്ടാകും. പക്ഷെ എന്നാലും മാക്സിമം ഞാൻ ലൈഫിൽ അതിനുശേഷം ഇത് നമുക്ക് വേറെ രീതിയിലും യൂസ് ചെയ്യാം. ആരെയും വെയിറ്റ് ചെയ്യാണ്ട് നമ്മ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മ മാക്സിമം കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക. ഞാൻ ഇപ്പൊ കൂടുതൽ കാര്യങ്ങൾ അധികം മാക്സിമം ഇൻഡിപെൻഡന്റ് ആയി കാര്യങ്ങള് സ്വയമേ ചെയ്യാനുള്ള രീതിയിലേക്ക് തന്നെ നോക്കാം. ഞാൻ അദ്ദേഹം തന്നെയാണ് താങ്ങാനാളുണ്ടെങ്കിൽ നമുക്ക് ക്ഷീണം ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു വലിയ കാര്യം അദ്ദേഹം എന്നോട് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ ചിലപ്പോ നമ്മ പ്രതീക്ഷിക്കാത്ത ആൾക്കാരെ നിന്നായിരിക്കും നമുക്ക് ലൈഫിൽ ഓരോ പോയിന്റ്സ് എടുക്കാൻ വേണ്ടി പറ്റണത്. അപ്പൊ അതാണ് ഇന്നത്തെ കുട്ടി സ്റ്റോറി. 5 മിനിറ്റ് മേലെയല്ലോ.